ഹായ് ഓൾ, ഈ വീഡിയോ വി എന്നിൻ്റെ ട്യൂട്ടോറിയലാണ്. വി എന്നിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളെല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയി വി എൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ട് കാര്യം വരിക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിൽ സൈഡിലുള്ള ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതിലോട്ട് പോകും. ഇവിടെ ന്യൂ പ്രൊജക്റ്റ്, ശേഷം ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷനിലോട്ടാണ് പോകുക. ഇവിടെ വീഡിയോസും അതേപോലെ സ്റ്റോക്സ് ഉണ്ടാവും. ഇതിൽ ആദ്യമുള്ള ടെംപ്ലേറ്റുകളാണ്, പിന്നെ സബ് ടൈറ്റിൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ന്യൂ പ്രൊജക്റ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളും വരുന്നില്ലെങ്കിൽ അത് പെർമിഷൻ കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാവും. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇത് വരാത്ത ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുത്തെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കും, ഇത് പെർമിഷന് കൊടുക്കും എന്നാലേ കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ. ജസ്റ്റ് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് പെർമിഷൻ കിട്ടും. അതിനുശേഷം ഇത് സേവ്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഐ ഫോട്ടോസാണ്. ഓക്കെ, ഇത്തിരി ഇതാണ് വി എന്നിൻ്റെ ഇൻ്റർഫേസ്. ഇതിലാണ് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൽ. ഇനി ഇതിലുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഭാഗമാണ് ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളുള്ള ഭാഗം. അതേപോലെ ഇനി ഈ ഭാഗങ്ങളിൽ മ്യൂസിക് ആഡ് ചെയ്യുന്നത്, ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്, നമുക്ക് സ്റ്റിക്കറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ മുകൾക്കൊരു ഇത് ആഡ് ചെയ്യുന്നതാണ്. ഇത് ഇവിടെ ആയിക്കാരും നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് കൊടുത്ത ഇതെല്ലാം ഉണ്ടാവില്ല. ഈ ഭാഗത്തേക്കാരും ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ ഈ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഉള്ള മ്യൂസിക്കും കാര്യങ്ങളും താഴത്തേക്കാരും കാണിക്കുക. ഇതിപ്പോൾ ഫോട്ടോസ് ആയതുകൊണ്ട് ഇതിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ അതിൻ്റെ ഒരു വോളിയം കാണിക്കാത്തത്. ഓക്കെ, ഇനി അടുത്ത ഭാഗങ്ങൾ നോക്കാം. ഇനി മുഖക്കുള്ള നോക്കിയാൽ ഇത് സൈസിലാണ് ഇപ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബ് ആ രീതിയിലുള്ള കാര്യങ്ങൾക്കുള്ളത്. പിന്നെ അണ്ടും കാര്യങ്ങൾ അടിക്കാനുള്ള ഇത് ഫുൾ ഫ്രെയിമിലോട്ട് ആക്കാൻ പ്ലേ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതാണ് ഇതിൽ ജസ്റ്റ് ഉള്ള കാര്യങ്ങൾ. മുകളിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് പ്ലേ ചെയ്ത് ഒക്കെ റെഡിയാണ്. ഇനി ഫസ്റ്റ് ജസ്റ്റ് വോയിസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് ഞാൻ. ഇനി ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് നോക്കാം. ഫിൽട്ടർ ചെയ്യാനുള്ളതിന് ഇതിൽ പ്രോ ആയിട്ടുള്ളതുകൊണ്ട് പ്രോ അല്ലാത്തതുകൊണ്ട് മാക്സിമം കുറേ കാര്യങ്ങൾ ഫ്രീ തന്നെയാണ്. നമ്മൾ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ്. ഇനി ഇപ്പോൾ പലതിലും ഇതിൽ അപ്ലൈ ടു ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് എല്ലാത്തിലോട്ടും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് അപ്ലൈ ടു ഓൾ കൊടുത്താൽ ആ ഒരു ഇതന്നെ എല്ലാത്തിനും ഉണ്ടാകുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ഓരോന്ന് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ ട്രിം. എത്ര സെക്കൻഡ്സാണ് ഇത് വേണ്ടത്? ഇത് കൂട്ടി കൊടുക്കാവുന്നതാണ്, ഇത് കുറച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. എത്ര സെക്കൻഡ്സ്, 1 മിനിറ്റ്, അങ്ങനെ 30 സെക്കൻഡ്സ്, 1.5 മിനിറ്റ് ആ രീതിയിലോട്ട് ആക്കി കൊടുക്കുക. ഇനി ഒറിജിനൽ ഇതിൻ്റെ ഇതിൻ്റെ സെക്കൻഡ്സ് കറക്റ്റ് എത്രയാണോ അത് തന്നെ ഉണ്ടോ. 1 മിനിറ്റാണ് ഒറിജിനലിൽ ഇവർ കൊടുക്കുന്നത്. 60 മിനിറ്റാണ് ഇവർ കൊടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ 60 മിനിറ്റ് റൺ ചെയ്യുക എന്നുള്ളത് നല്ല കാര്യം. ഞാനൊരു ഏകദേശം ഒരു 3 സെക്കൻഡ്സ് കൊടുക്കുന്നുണ്ട്. മാക്സിമം ഒരു ഫോട്ടോ ഒക്കെ അത്ര ബോറടിക്കാതെ പോകാൻ കഴിയുള്ളൂ. ഓക്കെ, 3.5 സെക്കൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ എഫക്ട്സിൽ ഇതേപോലത്തെ കുറേ എഫക്റ്റുകളുണ്ടാകുക. അങ്ങനെ ഓരോന്നാണ്. സ്പിന്നിൻ്റെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഈ മുകളിലത്തെ നേരത്തെ ഡ്രിം ചെയ്യുന്ന പോലെ ഇങ്ങനെ വലിച്ചിട്ട് കൊടുത്താൽ ആ ഒരു ഇതിൽ മുഴുവനും ആ എഫക്ട്സ് വരും. ഉണ്ടോ, അത് മുഴുവനും തീരുന്ന വരെ വരും. ഇതിൽ തന്നെ എഫക്ട്സ് തന്നെ ബ്ലറുണ്ട്, റൊട്ടേഷൻ ഉണ്ട്, ഗ്ലിച്ചൊക്കെ ഉണ്ട്. ഗ്ലിച്ചൊക്കെ മുഴുവൻ ഇട്ട് കൊടുത്താൽ ഓക്കെ, ഇത് മുഴുവനും വലിച്ചിട്ടെടുത്താൽ അത് മുഴുവനായിട്ട് അത് വരും. ഇനി നമ്മൾ ഇവിടെ ഉള്ള മറ്റൊരു
ട്രാൻസ്ലേഷനാണ്. ഇതുണ്ട് ഈ പ്ലസ്, ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിലുള്ള കുറേ ഇത് കാണിക്കും, കുറേ ട്രാൻസ്ലേഷൻസ്. ഇതിൽ ബ്ലാക്ക്, വൈറ്റ്, സൂം, പല സൂമും, ഡിസോൾവ്, ഷെയ്ക്ക്, ലൈറ്റ്, ബ്ലറ്, അങ്ങനെ സർക്കിള്, പുഷ്, റൊട്ടേറ്റ് എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് കൊടുത്ത് ഇതിലും അപ്ലൈ ടൂൾ ഉണ്ട്. ഡ്യൂറേഷൻ കൊടുക്കുക, എത്ര സെക്കൻഡ് കൊണ്ടാണ് അടുത്ത ഇതിലോട്ട് ട്രാൻസ്ലേഷൻ ആവേണ്ടത് എന്നുള്ളതും. ഓക്കെ, ഞാൻ ജസ്റ്റ് സൂം എടുത്തു, അത് അപ്ലൈ ടൂളെന്ന് കൊടുത്തു. ആ സൂം അപ്പോൾ എല്ലാത്തിലുള്ളത് ഓക്കെ അല്ലേ. ഇനി അടുത്തത് സ്പ്ലിറ്റ്. ആ ഒരു ഭാഗം ഏത് ഭാഗത്താണ് നമ്മൾ ഈ ഒരു ആരോ ഉള്ളത്, ജസ്റ്റ് ഈ ആരോ ഉണ്ടോ, ഈ ഒരു ആരോ, അത് ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്യാനുള്ളതാണ്. കണ്ടുപിടിച്ച് സ്പ്ലിറ്റിങ് ഒഴിവാക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇതിൻ്റെ ഏതിലാണ് ഈ ആരോ ഉള്ളത് ആ ഒരു ഷോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഡിലീറ്റ് ബട്ടൺ നോക്കിയാൽ ഡിലീറ്റ് ആവും. ഓക്കെ, അടുത്ത് ഫ്ലോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ഇതിൻ്റെ അപ്ഡേറ്റ് എടുക്കണം, വർക്കാവില്ല. ഇനി ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ക്രോപ്പ് ചെയ്യാൻ, കട്ടൗട്ട്, മിറർ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. മിറർ സ്റ്റാൻഡ് കൊണ്ട് മാറ്റുന്ന, റൊട്ടേറ്റ്, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളത് ചെറിയ കാര്യങ്ങളാണ്. ഇനി ഈ ഫ്രെയിമിൽ മൊത്തം ഫില്ല് ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് ഇതിൽ കഴിയില്ല. ഇനിയുള്ളതാണ് ബ്ലർ ചെയ്യുക. ഏത് ഭാഗം നമുക്ക് ഈ രീതിയിൽ ബ്ലർ ചെയ്യാനൊക്കെ ഉള്ളതാണ്. എത്ര പെർസെൻറ്റേജ് ബ്ലർ ചെയ്യണം അതാണ്. ഓക്കെ, പിന്നെ ഒപ്പാസിറ്റി, നമുക്ക് ഇത് ഈ രീതിയിൽ ഫുള്ള് കളയുക, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലാക്കാം. അടുത്തത് സൂം. ഈ സൂം ഓപ്ഷനിൽ നമുക്ക് ചെറിയൊരു അനിമേഷൻ വീഡിയോ ഒക്കെ കൊടുക്കാൻ കഴിയും. ഈ രീതിയിലുള്ള ഉണ്ടോ, ഈ രീതിയിൽ കൊടുക്കാൻ കഴിയും. അതും അപ്ലൈ ടു കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഏത് ഭാഗത്തേക്കും ഈ രീതിയിൽ ബ്ലർ ചെയ്യാണ്ടെങ്കിൽ ആ രീതിയിൽ ബ്ലർ ചെയ്യാനുള്ള ഇതിനും പല ഷേപ്സിലുണ്ട്. ഓക്കെ, ഇത് ഒരു ഭാഗം മാത്രം നമുക്ക് സൂം ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഏകദേശം നമ്മൾ താഴെയുള്ള ഏകദേശം ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് മ്യൂസിക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. മ്യൂസിക് പ്ലസ് അടിച്ച് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. മ്യൂസിക് എന്നുള്ളതിൻ്റെ എഫക്റ്റ് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്. മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇത് നമുക്ക് തരുന്ന കുറച്ച് എക്സാമ്പിൾ മ്യൂസിക്സ് ഉണ്ട്. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഇവിടുത്തെ ഡൗൺലോഡ് ബട്ടൺ നോക്കിയാൽ ടൈം വെച്ച് ചെയ്താൽ ഒക്കെ ഡൗൺലോഡ് ആവുന്നതാണ്. ഇതിൽ പല ഓപ്ഷൻസ്, വ്ളോഗ്, പോപ്പ്, ഡൈനാമിക്, ഫ്രഷ്, അങ്ങനെ ഇലക്ട്രോണിക്, ഹിപ്പ് ഹോപ്പ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഫേവറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഇവിടെ കയറി കുറേ മ്യൂസിക്സ് ഉണ്ട്. ഈ സ്റ്റാർ ക്ലിക്ക് ചെയ്ത് കണ്ട് ഇത് ഫേവറേറ്റ് ആക്കി ചെയ്താൽ ഇവിടെ ഇങ്ങോട്ട് വരും. ഇനി അതേപോലെ ഇതിൽ ഉള്ള മൈ മ്യൂസിക്, ഇങ്ങോട്ട് നമുക്ക് മ്യൂസിക്സ് കൊണ്ടുവരാം. 3 ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് ഉണ്ട്, എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ, ഫയൽ ആപ്പ് ഉണ്ട്. ഒക്കെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാവുന്നതാണ്. ഇനി അടുത്ത ഇതിലോട്ട് പോയി എഫക്റ്റ്, അതിലും കുറേ സ്വന്തമായിട്ടുള്ള എഫക്റ്റുകളുടെ കാർട്ടൂൺ ഉണ്ടോ, ഈ രീതിയിലുള്ള കുറേ എഫക്റ്റ് ഇതിലുണ്ടാകും. ഇതേപോലെ ഫേവറേറ്റ് നമ്മളെ ഓഡിയോ എഫക്ട്സ് കൊണ്ടുവരാം. റെക്കോർഡ് ജസ്റ്റ് ഇവിടെ അലോ കൊടുത്തിടുക. ഓക്കെ, റെക്കോർഡ് ഈ രീതിയിൽ ഹലോ. ഓക്കെ, റെക്കോർഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് കൊടുത്താൽ ഓക്കെ, ഇത് 3 കഴിഞ്ഞ് ഇതിലോട്ട് നമ്മൾ ഫയൽ ആപ്പ് ലിങ്ക് ആ കാര്യങ്ങളുള്ളത് അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാവുന്നതാണ്. ടെക്സ്റ്റ് ഓപ്ഷൻ ചെയ്യുക. ഇവർ കൊടുക്കുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് മുകളിലുള്ള 3 ഓപ്ഷൻസ് പാഡ് ടൈറ്റിലാണ്. ടൈറ്റിൽ സെലക്ട് ചെയ്യുക. ജസ്റ്റ് അവിടെ കൊടുക്കേണ്ടത് എന്താണ് അത് ആഡ് ചെയ്യുക. ഓക്കെ, കൊടുത്തതിന് ശേഷം സൂമൗട്ട് സൂം ചെയ്യാൻ ആ രീതിയിൽ സൂം ചെയ്യാറുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് കൊടുക്കണേ ഈ രീതിയിൽ കൊടുക്കുക. അടുത്ത് ഇനി ഇതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ്, മോഷന്, കീ, ലോക്ക്, ഡ്യൂപ്ലിക്കേറ്റ്. ജസ്റ്റ് ഇതിലിപ്പോൾ എഡിറ്റ് ആദ്യം പരിചയപ്പെടുത്തി തരാം. എഡിറ്റിൽ നമുക്ക് കുറേ ഈ രീതിയിൽ എഡിറ്റ് ചെയ്യുക, ഫോണ്ട് ചേഞ്ച് ചെയ്യുക. പിന്നെ ഈ ഫോണ്ട്, ഇങ്ങനെ കുറേ ഫോണ്ടുകളുണ്ട്. ജസ്റ്റ് ഇത് ഞാൻ ഈ ഒരു പേജ് മുഴുവൻ കവർ ചെയ്തു. ഇനി അടുത്തത് മോഷൻ, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഏത് മോഷനാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇനി അപ്പോൾ
സ്കെയിൽ കൊടുത്തു, ഔട്ടും സ്കെയിൽ രണ്ടാമത്തെ സ്കെയിൽ കൊടുത്തു. ഓക്കെ, ഞാനൊരു സ്മൂത്ത്നെസ് നോക്കണേ. ഇങ്ങനെ വന്നു തിരിച്ചു പോയി. ഇതിൽ ലൂപ്പ് എന്നുള്ള ഓപ്ഷനും കൂടി ഉണ്ട് മോഷനിൽ. അപ്പോൾ ഈ ഓപ്ഷൻ ഇതിങ്ങനെ ആ ഒരു ലൂപ്പിൽ പെട്ട പോലെ മറക്കണം. ഓക്കെ, ഈ രീതിയിൽ. ഓക്കെ, അടുത്തത് ഈ ഇതിൽ തന്നെ കീ ഫ്രെയിം ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അടുത്ത ഡ്യൂപ്ലിക്കേറ്റ്, ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് അടുത്തകത്ത് കൊടുത്തിട്ട് അതിൻ്റെ ടെക്സ്റ്റ് മാറ്റണമെങ്കിൽ അത് മാറ്റി അടുത്ത ഭാഗത്തോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ. അടുത്ത മോഷൻ മാറ്റണമെങ്കിൽ മോഷൻ മാറ്റാം. ലോക്ക് ചെയ്തിട്ടാൽ പിന്നെ അത് ഒന്നും വർക്കാവില്ല. അൺലോക്ക് ചെയ്തിടണം. പിന്നെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഒക്കെ അതും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ബേസിക് ആൾ. ജസ്റ്റ് VN-ലെ എല്ലാ കാര്യങ്ങളും ഇത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് നോക്കുക. ഇത് ഫുൾ എഡിറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ മുഴുവനായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ അവസാനമുള്ള ഒരു കാര്യം പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഇൻപുട്ട് ടൈറ്റിൽ എന്നുള്ളിടത്ത് നമുക്ക് ഈ ടൈറ്റിൽ ആഡ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് വർക്കാവുന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്തൊന്ന് ഡിലീറ്റ് ചെയ്യുക. ഈ പ്ലസ് കൊടുക്കുക. സ്റ്റോക്സിൽ പോയതിന് ശേഷം ഇവിടെ സബ് ടൈറ്റിൽ ഉണ്ട്. അതായത് സ്റ്റോക്സിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് പ്ലസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോസ് ഇനിയും കുറച്ച് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ പോയി നിങ്ങൾക്ക് ഈ രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടുന്ന് ഈ രീതിയിലുള്ളതും ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ സബ് ടൈറ്റിൽ എടുത്തു, സ്റ്റാൻഡേർഡ് എടുത്തു. ഇവിടുന്ന് നിങ്ങൾക്ക് അടുത്ത കാര്യം ഓക്കെ, ഈ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതും ഇവിടുത്തെ എഡിറ്റിങ്ങും മോഷൻസൊക്കെ ആഡ് ചെയ്ത് ഉപയോഗിക്കാം. ജസ്റ്റ് ഈ രീതിയിൽ ഇട്ടുകൊണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇനിയിപ്പോൾ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നിയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. എക്സ്പോർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ എക്സ്പോർട്ട് ആകും. ചെറിയ വീഡിയോ ഉണ്ട്, ഫാസ്റ്റ് ആകും. മറ്റേത് കുറച്ച് ലോങ് ആണെങ്കിൽ അത് ഇത്തിരി ടൈം എടുക്കും. ഡയറക്റ്റ് ഇവിടുന്ന് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ മോർ നോക്കിയിട്ട് ഏണ്ടാണ് പോസ്റ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡണ്ണ് തൊട്ട് നിങ്ങളെ ഗാലറിയിലോട്ട് വരും. ഓക്കെ, ഇനി ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.